ഏജന്റ് ചിങ് അറ്റാക്ക് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കരുതും ഇതേതോ പുതിയ സിനിമയുടെ പേരാണെന്ന്. അല്ല, ഇതൊരു പുതിയ ആഡാണ്. ആക്ച്വലി ചിങ് എന്ന് പറയുന്നത് ഒരു ചൈനീസ് ബ്രാൻഡാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നൂഡിൽസ് എല്ലാം ഇവരായിട്ട് രൺബീർ സിംഗ് കുറേ നാളായിട്ട് അസോസിയേറ്റഡ് ആണ്. രൺബീർ സിംഗ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡറൊക്കെയാണ്. നമ്മൾ ഇതിൻ്റെ പ്രോഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ രൺബീർ സിംഗിൻ്റെ ഫോട്ടോയും നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ ഒപ്പം കിട്ടാറുണ്ട്. അപ്പോൾ ഇവരുടെ എന്തൊരു പുതിയ പ്രോഡക്റ്റിൻ്റെ ലോഞ്ചിങ് ആണ് ഈ പറയുന്ന ചിങ് അറ്റാക്ക്. അപ്പോൾ ഫുൾ ആഡ് ആക്ച്വലി വന്നിട്ടില്ല. 20th തൊട്ട് ടി വിയിലും മറ്റ് സോഷ്യൽ മീഡിയയിലും അവൈലബിൾ ആണ് എന്ന് പറയുന്നു. ഈ ആഡിൻ്റെ ഒരു ടീസർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഒരു ആഡ് ഫിലിമിന് ടീസർ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിൽ രൺബീർ സിംഗിനെ കൂടാറുണ്ട്, സൗത്ത് ഇന്ത്യൻ നടി ശ്രീലീലയുണ്ട്, പിന്നെ ബോളിവുഡ് നടൻ ബോബി ഡിയോളൊക്കെ ഉണ്ട്. ആ ടീസർ കണ്ടു നോക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല. സത്യത്തിൽ അത് ഏതൊരു സിനിമയുടെ ടീസറാണെന്നാണ് ഞാൻ കണ്ടപ്പോൾ കരുതിയത്. അറ്റ്ലിയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ടീസർ രണ്ട് കാര്യം കൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഇവിടെ പറയാൻ കാരണം. ഒന്ന്, ഒരു ആഡ് ഫിലിമിന് ടീസർ, അതെനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ്. രണ്ട്, ഈ ആഡ് ഫിലിം ചെയ്തിരിക്കുന്ന ബഡ്ജറ്റ് 150 കോടി രൂപ ബഡ്ജറ്റിലാണ് ഈ ആഡ് ഫിലിം ചെയ്തിരിക്കുന്നത്. 150 കോടി രൂപ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഇന്നും ഇന്ത്യൻ മാർക്കറ്റിൽ 150 കോടി രൂപ എന്ന് പറയുന്നത് ഒരു മാന്യമായ വലിയൊരു തുക തന്നെയാണ്. ഉദാഹരണത്തിന് ബോളിവുഡിൻ്റെ കാര്യം തന്നെ എടുക്കാം. ബോളിവുഡിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് എന്ന് പറയുന്നത് ചാവയാണ്. ചാവയുടെ ബഡ്ജറ്റ് 130 കോടി രൂപയായിരുന്നു. 130 കോടി രൂപയായിരുന്നു. ചാവ എന്ന് പറയുന്ന സിനിമ ചരിത്രകാലത്തെക്കുറിച്ച് പറയുന്ന സിനിമയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വേണ്ട സിനിമയാണ്. എന്നിട്ട് പോലും 130 കോടി രൂപയ്ക്കാണ് എടുത്തത്. ഈയിടെ ഇറങ്ങിയ ഒരു ഫ്രാഞ്ചൈസിയായ ജോളി LLB ഫ്രാഞ്ചൈസിയിലെ ജോളി LLB 3 അത് 120 കോടി രൂപയ്ക്കാണ് എടുത്തത്. അപ്പോൾ ബോളിവുഡിലെ ഒരു സിനിമയുടെ ബഡ്ജറ്റിനേക്കാൾ ബഡ്ജറ്റിൽ ഒരു പരസ്യം എന്നുള്ളത് തന്നെയായിരുന്നു ഞാൻ ഇതിനകത്ത് കണ്ട ഒരു അട്രാക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ടീസർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ആഡ് വരും ദിവസങ്ങളിൽ നമുക്ക് സോഷ്യൽ മീഡിയയിലും ടി വിയിലും അവൈലബിൾ ആവുമെന്ന് കരുതാം. ചിങ്ങിൻ്റെ ഈ പറയുന്ന ചിങ്ങിൻ്റെ നൂഡിൽസ് തന്നെയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുതിയൊരു പ്രോഡക്റ്റിൻ്റെ ലോഞ്ചാണോ എന്നുള്ളതും വരും ദിവസങ്ങളിൽ നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റും അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മാർക്കറ്റിങ്ങും അതായിരുന്നു ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഇത് സംസാരമാകാനുള്ള പ്രധാന കാരണം.